മാധ്യമങ്ങളുടെ വാർത്ത കെഞ്ചൽ എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടേ. PV അൻവർ രാവിലെ ഒരിടത്തൊരു കാര്യം പറയുന്നു, പിന്നെ നാലുപാടും നടന്ന് ഓരോരുത്തരും വരുന്ന വഴിയിൽ കാത്തുനിന്ന് PV അൻവർ പറഞ്ഞത് കേട്ടോ. എന്താണ് മറുപടി? ഇതാണോ മാധ്യമപ്രവർത്തനം? മന്ത്രി P രാജീവ് അതിനെക്കുറിച്ച് പറഞ്ഞു. ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞതല്ലേ? ആരോപണങ്ങളാണ് PV അൻവർ മുമ്പോട്ട് വെക്കുന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണോ? പാർട്ടി നേതൃത്വത്തിന് അറിയാം, അതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അല്ല, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി തന്നെ പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും സർക്കാർ അന്വേഷിക്കും. എത്ര ഉന്നതനായ ആളായാലും സേനയുടെ അച്ചടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായോ തെറ്റായ വഴിയിലൂടെയോ പോയിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും സംരക്ഷണം ലഭിക്കില്ല. അത് ശരിയായ രൂപത്തിൽ തന്നെ അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം പുതുതായിട്ട് ഇതൊന്നും പറയാനില്ല. അല്ലേ, വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിശോധിക്കുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വന്ന എല്ലാ പ്രശ്നങ്ങളും ആ പരിശോധനയുടെ ഭാഗമായിട്ട് വരും. എന്തായാലും ഒരു തെറ്റ് ചെയ്ത ഒരാളെയും സംരക്ഷിക്കില്ല എന്ന വ്യക്തമായ നിലപാട് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് സർക്കാരിന്റെ നയം. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കും. പറയേണ്ടവർ പറഞ്ഞാൽ പോരാ, നാട്ടുകാരെ മുഴുവൻ പറയണം. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ഇതിൽ പ്രതികരണം എടുത്ത് ഇതിനെ കത്തിച്ച് ഞങ്ങളുടെ വാർത്താ സമയം തള്ളി നീക്കിക്കൊണ്ട് പോകണം. അല്ലാതെ ഞങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും അന്വേഷിക്കുകയോ പുതിയ കണ്ടെത്തലുകൾ പുറത്തേക്ക് വിടുകയോ ഒന്നും പറ്റില്ല. അതിന് സമയം വേണം, അതിന് കുറച്ച് മെനക്കെടണം, അതിന് പണിയെടുക്കണം. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഒരിടത്ത് നിന്ന് കേട്ട് മറ്റൊരാളടുത്തേക്ക് ഓടുക, അവരടുത്ത് നിന്നിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അതിനെന്താണ് മറുപടി? നമ്മുടെ മാധ്യമപ്രവർത്തനം ഏത് രീതിയിൽ അധപ്പതിച്ചു എന്നൊക്കെ ഈ ബൈറ്റെടുപ്പ് തൊഴിലാളി എന്ന് വേണമെങ്കിൽ വിളിക്കാം. രാവിലെ നാട് നീളെയുള്ളവരടുത്ത് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും പറയിക്കുക, ആ കാര്യം കൊണ്ടുവന്ന് ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞ് അവരെ കൊണ്ട് പ്രതികരണം എടുപ്പിച്ച് വാർത്താ സമയം തള്ളി നീക്കിക്കൊണ്ടുപോകുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടാണ് P രാജീവ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ബന്ധപ്പെട്ടവരെല്ലാം പ്രതികരിച്ചു കഴിഞ്ഞു. അത് മുഖ്യമന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞു, CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു കഴിഞ്ഞു, PV അൻവർ പ്രതികരിച്ചു കഴിഞ്ഞു. ആ വിഷയം അവിടെ കഴിഞ്ഞു. പക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെടുത്ത് വെച്ച് ഇനിയുള്ള സമയം അങ്ങോട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകും. ആ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനും പരസ്യ കമ്പനിക്കാരെന്ന് അതിൻ്റെ ഇടയിൽ പരസ്യം കാണിച്ചാലേ നമുക്ക് പൈസ കിട്ടൂ. അതിനുവേണ്ടിയാണ് ഇമാതിരി വാർത്ത ഇരക്കൽ അരങ്ങേറുന്നത്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തനമാണ് അവത്ര കഷ്ടം.